ഹലോ. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബിഗ് ബോസിൽ ഫസ്റ്റ് റണ്ണറപ്പായ അനീഷിൻ്റെ വീടിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഈ സ്ഥലം ഒരുമാതിരി എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നമ്മുടെ തൃശ്ശൂർ ജില്ല തന്നെയാണ്. ദാ എൻ്റെ ബാക്കിൽ കാണുന്ന പച്ച പെയിൻ്റ് അടിച്ച വീട് കണ്ട്, അതാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് റണ്ണറപ്പ് അനീഷിൻ്റെ വീടെന്ന് പറയുന്നത്. കണ്ടല്ലോ. അപ്പം ഇവിടെ അനീഷിനെ കാണാനും വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. പുള്ളി ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് യൂട്യൂബ് ചാനലുകൾക്കൊന്നും ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നാലും നമ്മൾ ജസ്റ്റ് അനീഷിൻ്റെ വീടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. കണ്ട ഈ കാണുന്നതാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് റണ്ണറപ്പ് അനീഷിൻ്റെ വീടെന്ന് പറയുന്നത്. ലാസ്റ്റ് ഒരു നിമിഷം വരെ കപ്പ് അനീഷിന് കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ അപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതി വേണ്ടി മാത്രം വന്നതാണ്. കണ്ട, അനീഷ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അനീഷിനെ കയറി കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടി വി കാണുന്നതിനൊക്കെ നേരിട്ട് കാണാൻ കുറച്ചുകൂടി ഭംഗിയൊക്കെ ഉണ്ട് അനീഷിനെ കാണാനായിട്ട്. അപ്പോൾ അതാണ് അനീഷിൻ്റെ വീടെന്ന് പറയുന്നത്. പിന്നെ ഇവരൊന്നും ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല. പിന്നെ അനുമോളെ ഞാൻ വേറൊരു പരിപാടിയിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. എറണാകുളത്ത് ഒരു കടയുടെ ഇനോഗ്രേഷൻ വന്നപ്പോൾ ഞാൻ അനുമോളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അനുമോൾ പണ്ടേ സ്റ്റാറാണല്ലോ. അനീഷ് കോമണറായിട്ട് വന്നു. എന്തായാലും ഫസ്റ്റ് റണ്ണറപ്പ് വരെ എത്താൻ സാധിച്ചു. 100 ദിവസം നിന്നില്ലേ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലായ കാരണം മാത്രമാണ് ഞാൻ വന്നത്. എന്തെങ്കിലും അനീഷിനെ നേരിട്ടൊന്ന് കാണാൻ സാധിച്ചു. അതൊന്നും ഉണ്ടായിട്ടല്ല, ചുമ്മാ വീട് കാണിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. വലിയ കഥയൊന്നും ഉണ്ടായിട്ടല്ല, കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതല്ല. ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരു വീഡിയോ ആയിട്ട് അനീഷിൻ്റെ വീടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് റണ്ണറപ്പ് വരെ ആയതല്ലേ, അതുകൊണ്ട് മാത്രം വന്നതാട്ടോ. എല്ലാ സെലിബ്രിറ്റികളുടെയും പോലെ ഇവിടെ ഉണ്ട് മക്കളെ ജാട. ഇനി ജാടയാണോ അതോ ഇനി ആളുകളായിട്ട് ഇടപഴകണത് ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ, അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. എല്ലാ സെലിബ്രിറ്റികൾക്കും ഉണ്ടല്ലേ നമ്മളെപ്പോലെ ചെറിയ ചെറിയ യൂട്യൂബർമാരെ കാണുമ്പോൾ ജാടയാണ് നമ്മളെ ജാട. ചിലപ്പോൾ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം തിരക്കും കാര്യങ്ങളൊന്നും പുള്ളി ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ പുള്ളീനെ കാണാൻ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോലെ യൂട്യൂബർമാരെ മാത്രം ആരും അടുപ്പിക്കില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. തിരിച്ച് വീട്ടിൽ പോട്ടെ. മണി 6 കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. ബൈ.